മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിക്കരുത് എന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തിൽ നിന്ന് അദ്ദേഹവും തൻ്റെ ഇണയും കഴിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് പാപമോചനം തേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വാക്കുകൾ പറഞ്ഞു കൊടുത്തു. അതാണ് സൂറത്തുൽ ബഖറയിൽ കാണാം, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അള്ളാഹു ചില കലിമാത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ കലിമാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്തു. അപ്പോൾ തൗബ എന്ന് പറയുന്നത് ഈ കലിമാത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം, അതാണ് യഥാർത്ഥത്തിൽ തൗബ. എന്തായിരുന്നു ആ കലിമാത്തിലുണ്ടായിരുന്നത്? അത് സൂറത്തുൽ അറാഫിൽ കാണാം, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവിടെ പറയുന്നത്, ഞങ്ങളുടെ രക്ഷിതാവേ, ളലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ളുൽമ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു തിരിച്ചറിവാണ് അവിടെ, ആ പാപത്തെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ്. അതൊരു വലിയ ളുൽമായിരുന്നു എന്ന തിരിച്ചറിവ്, അതിൽ വ്യക്തമായ ഖേദം, അതാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ളലംനാ അൻഫുസനാ, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങളോട് തന്നെ ചെയ്ത തെറ്റാണ് എന്ന തിരിച്ചറിവും ഖേദവും. പിന്നെ പറയുന്നത്, വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നില്ലെങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അഥവാ എൻ്റെ ഈ പാപം, എന്നിൽ നിന്ന് സംഭവിച്ചു പോയ ഈ തെറ്റ് എന്നെ വലിയ നഷ്ടക്കാരനാക്കി തീർക്കുന്നതാണ് എന്ന തിരിച്ചറിവ്. ഈ പാപമെങ്ങാനും അള്ളാഹു എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, അള്ളാഹു എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഈ പാപം എന്നെ നശിപ്പിച്ചത് തന്നെ, ഈ ലോകത്തും പരലോകത്തും എന്നെ പരാജിതനാക്കിയത് തന്നെ എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവിലൂടെ ആ തിന്മയിൽ നിന്ന് മുക്തമാവുകയും പിന്നീട് നിലപാടുകൾ നന്നാക്കി തീർക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് തൗബ എന്ന് പറയുന്നത്.